ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാം. എന്താണ് വിശേഷം? പിന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷമായിട്ടാണ് നമ്മളിലേക്ക് വന്നിട്ട് വീഡിയോ ഇഷ്ടമാകുമ്പോൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതിലേക്ക് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും അഭിപ്രായം നമ്മൾ താഴെ നൽകുക മറക്കണം. ഒരുപാട് വീഡിയോസൊക്കെ അറിയുന്നത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം എൻ്റെ വീഡിയോ കാണാം കേട്ടോ. രാവിലത്തെ ചെറിയ വിശേഷമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ മുട്ട നെയ്ച്ചോറിൻ്റെ കബ്സ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറിന് ആദ്യം വെള്ളത്തിൽ വേവിച്ച നെയ്ച്ചോറ് അരിയുന്ന ജീരരിയില്ലേ, അതിനെ ഞാൻ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇവിടെ മസാല ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഈ ബിരിയാണീൻ്റെ ടേസ്റ്റുള്ളതാണ് കേട്ടോ. കുട്ടിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് രാവിലെ. ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും ഇവർക്ക് ഫുഡിന് ഇതാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാറ്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ചിക്കൻ ഇല്ലാത്തത് മുട്ടൻ്റെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് ഇതുപോലെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ചെറുപുളി പിന്നെ കൊടുക്കാട്ടോ. ചെറിയ സമയത്ത് നമുക്ക് ചോറെല്ലാം നല്ല ഒറ്റയായിട്ട് നിൽക്കട്ടോ. അതിൻ്റെ പകുതി ചോറ് വേവാനായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇവിടെ മസാല റെഡി ആവുന്നുണ്ട്. കാക്ക രാവിലെ തന്നെ കരയുന്നുണ്ട് കേട്ടോ. മഴയുണ്ട്, നല്ല മഴയുണ്ട്. മോളെ മദ്രസയിൽ കൊണ്ടുവിടുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മുളക് പൊടി ഇട്ടിട്ട് അത് ഞാൻ മില്ലിൽ നിന്ന് മുളക് പൊടി, ഞാൻ മില്ലിലത്തെ മുളക് പൊടിയാണ് വാങ്ങിക്കുന്നത്. മല്ലിപ്പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും. പിന്നെ കുറച്ച് ചില്ലി മസാല സാധാരണ പൊടി അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉള്ളി കുറച്ച് മസാല, പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇതുപോലെ തന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് പച്ചമുളകും എല്ലാം ഇട്ട് പിന്നെ നെയ്ച്ചോറ് മസാല വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബിരിയാണി മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ബിരിയാണീൻ്റെ ടേസ്റ്റുള്ള മുട്ട കബ്സ പോലെ റെഡിയായി കിട്ടും. ഇവിടെ ചോറ് റെഡിയായി, നമുക്കിതൊന്നും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുട്ട കൂട്ടുന്ന സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിനെ കുറച്ച് മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക കാണിക്കാം കേട്ടോ. ഇപ്പോൾ മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോറില്ലേ, ചോറിനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചോറുണ്ട്, ഈ ചോറിനെ ഇട്ട് വെക്കാം. കണ്ടോ, കുറച്ച് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് ആണിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല എണ്ണ എല്ലാം ഉണ്ടെങ്കിൽ നെയ്യ് ഇതെല്ലാം ഉണ്ട് പോയി കൊടുക്കാം കേട്ടോ. ഇവർക്ക് മൂക്ക് നെയ്യ് ഇതൊന്നും ഇഷ്ടമല്ല. എണ്ണ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, മൂടി നല്ലതുപോലെ വെക്കാം. ഓക്കെ, 7:20 കേട്ടോ. അപ്പോൾ എനിക്ക് 40 ആകുമ്പോൾ നമ്മളെ മോട്ടറസിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോകാൻ. അതിനിടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആവണം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്നതായിട്ട് ഞാനിന്ന് എഗ്ഗിൻ്റെ സാൻഡ്വിച്ചാണ് കേട്ടോ. സാധാരണ എഗ്ഗ് ഫ്രൈ ആക്കി എഗ്ഗ് നമ്മൾ സാധാരണ എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്കൂളിലേക്ക് ഇപ്പോൾ അവർ പറയുന്ന ബേക്കറി ഐറ്റംസ് കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എങ്കിലും കൊണ്ടുവരണം. ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ കൊണ്ടുവരണം. അതിലിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അതും ഉണ്ടാക്കണം. അങ്ങനെ സമയം രാവിലത്തെ സമയം മതിയാവുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചോറിന് വന്നിട്ടുണ്ട്. അമ്മ ഇനി ഓഫ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇളക്കിയെടുക്കാം. നമ്മൾ ചോറിന് ഓഫ് ചെയ്യാം. തീയെല്ലാം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സാൻഡ്വിച്ചിനുള്ള ഐറ്റംസൊക്കെ റെഡിയായി. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് തലറ ഒടിക്കുന്ന സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനിടയിൽ വെള്ളം തീർന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഇട്ട് വന്നതാണ്. ഫസ്റ്റ് വരുമ്പോൾ നല്ല കുട്ടപ്പാട് കഴിഞ്ഞിട്ട് വെള്ളം നല്ല കലങ്ങിട്ടാവും. കുറച്ച് സമയം വേണം ക്ലിയർ ആവണം. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാൻഡ്വിച്ച് വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡ് കിട്ടിയല്ല, ചെറുതാണ് എനിക്ക് കിട്ടുന്നത്. വലിയ ബ്രെഡാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ബ്രെഡാണ് കേട്ടോ. നല്ല നമുക്ക് ചായക്ക് തിന്നുന്ന ബ്രെഡാണ്. നല്ല സ്മൂത്ത് ഉണ്ട് ബ്രെഡ്. ഇത്രയും നല്ല സ്മൂത്തായി ഉണ്ടാവുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ടു.
ഒഴിച്ചു കൊടുത്തു. തവക്ക് ഇട്ട് കൊടുക്കുക. തവക്ക് അമർത്തി കൊടുത്താൽ മതി. സിമ്മിൽ വെക്കണം കേട്ടോ, ഇതൊക്കെ അരിഞ്ഞു പോകും. വേണ്ട, ഞാൻ ഈ അമർത്തി കൊടുക്കാം, ഇന്നലെ ഒട്ടി പിടിക്കും കേട്ടോ, അമർത്തി കൊടുക്കണം. ഓക്കെ, മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ഏകദേശം 7:30 നല്ല മഴയാണ്. വിചാരിക്കുന്നല്ലോ നിങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗോതമ്പ് ദോശ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് റെഡിയാക്കണം, ചൂടോട് ഉണ്ടാക്കി തിന്നാം. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ, 2 സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ മറിച്ച് കൊടുക്കാം കേട്ടോ. നല്ല മഴ നീന്തി വന്നതാണ് ഞാൻ കേട്ടോ, വെള്ളത്തിൽ കേട്ടോ. വണ്ടി നല്ല മസാല ഇങ്ങനെ ഇളകിയെന്ന് നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഓഫീസാണ് കേട്ടോ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പാലൈസി വിസിറ്റിങ് വീട്, പിന്നെ അതുപോലെ ആധാർ സർവീസ്, അങ്ങനെ എല്ലാ സർവീസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, എയർ ടിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ കുറച്ച് കുറവായി. ഇപ്പോൾ വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ, കുറച്ച് നല്ല വെയിലാണ്. ഡ്രസ്സൊക്കെ ആണെങ്കിൽ കിട്ടും. അപ്പോൾ റോഡൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് ഉണ്ടോ, റോഡൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നത് കൊണ്ടോ. അത് ഇവിടെ PWD വർക്ക് ചെയ്ത് അതുതന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീൻ ആവും കേട്ടോ. ഈ പുറത്ത് സൈഡൊക്കെ കുട്ടികളൊക്കെ വന്ന് തിന്ന് നമ്മളെ ഈ ഇൻ്റർലോക്കാണ് ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം, അവിടെയൊക്കെ ഞാൻ അടിച്ച് വാരാറുണ്ട്. ഇതിവിടെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നാളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ശൂന്യമായിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ജുമ്മാൻ്റെ ടൈമാണ് കേട്ടോ. എല്ലാം ശൂന്യമായി കിടക്കുന്നുണ്ട്. അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഹിന്ദിക്കാരാണ് അവിടെ പണിയെടുക്കുന്നുണ്ടത്. അങ്ങനെ ഗൗഡന്മാർ അങ്ങനത്തെ പറവരായിരിക്കും. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്ര സമയമായിട്ട് നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു. ഫ്രൈഡേ ആണെങ്കിൽ കസ്റ്റമർ ഉണ്ടാവാറില്ല, ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചെറിയ വീഴ്ച, മഴ ഒന്നുമില്ല, നല്ല വെയിലാണ്. അപ്പോൾ എന്നിട്ട് ഉച്ചവരെയുള്ള ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ കമൻറ്റ്, അടിപൊളി കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നന്നായി സേഫായിട്ടിരിക്കുക. ഓക്കെ, കരിമീൻ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ